കോൺഗ്രസ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും ഒരു പടി മുന്നേ പോകാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മേൽക്കൈ നേടാൻ UDF കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 140 മണ്ഡലങ്ങളിലേക്കും UDF സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന്റെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ പ്രഖ്യാപിക്കുക, അവരെ കൊണ്ട് നേരത്തെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇതിനായി ലീഗുമായി ഒന്നാം ഘട്ട ചർച്ച നടന്നു നമ്മൾ അറിഞ്ഞു. അടുത്ത രണ്ടാം ഘട്ട ചർച്ച നടക്കും. ഇനി ആദ്യം നിശ്ചയിക്കുന്ന സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകൾ, അതുപോലെ തന്നെ സംവരണ സീറ്റുകൾ, ഇവിടേക്കുള്ള സ്ഥാനാർത്ഥികളെയാകും കോൺഗ്രസ് ആദ്യം നിശ്ചയിക്കുക. കോൺഗ്രസ് പിന്നെ സീറ്റ് വച്ചുമാറുന്ന കാര്യത്തിലും ചില ധാരണകൾ ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായും നടത്തുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്, 2021 തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരുന്നത്. പക്ഷേ ഇക്കുറി ആ 10 സീറ്റ് ജോസഫ് എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ CMPയുടെ CP ജോണിന് കൊടുത്തുകൊണ്ടിരുന്ന തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരത്ത് CP ജോണിന് ഒരു സീറ്റ് ഉണ്ടാകുന്ന പതിവാണ്. പക്ഷേ CP ജോണിന് ഇക്കുറി ആ സീറ്റ് ലഭിക്കുമോ? അത് ചെറിയാൻ ഫിലിപ്പിന്റെ സീറ്റിൽ ചെറിയാൻ ഫിലിപ്പഴേ പറഞ്ഞു മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. എങ്കിലും ആ സീറ്റുകളിലൊക്കെ ഒരു ധാരണ വരേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വരേണ്ട നേതാക്കൾ ആരാണ് എന്ന കാര്യത്തിലും VD സതീശനും സണ്ണി ജോസഫിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങൾ, സിറ്റിംഗ് സീറ്റ് തൃപ്പൂണിത്തുറയും പാലക്കാടും തൃശങ്കുവിലാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് MLA, നിലവിലെ MLA. അദ്ദേഹത്തെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനം, 15ാം നിയമസഭയുടെ അവസാന നിയമസഭാ സമ്മേളനം ചേരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ അയോഗ്യതയാണെങ്കിലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്, MLA ആയിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റേണ്ടതുണ്ട്. 2 തൃപ്പൂണിത്തുറയിൽ K ബാബുവാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഇനി മത്സരിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അദ്ദേഹം പിന്മാറുകയാണെങ്കിൽ ചലച്ചിത്ര താരവും അതുപോലെ തന്നെ കൊമേഡിയനും ഒക്കെ ആയിട്ടുള്ള രമേഷ് പിഷാരടി അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ രമേഷ് പിഷാരടി, അതുപോലെ ധർമ്മജൻ ബുൾഗാട്ടി, ഇവരൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാവും. അതുപോലെ 2 IAS ഉദ്യോഗസ്ഥർ, രണ്ടുപേരും, ഒരാള് ബിജു പ്രഭാകർ സർവീസിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്, മറ്റേ കണ്ണൻ ഗോപിനാഥൻ IAS വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഇവർ രണ്ടുപേരും കോൺഗ്രസിനാണ്. കാരണം ബിജു പ്രഭാകർ പ്രത്യക്ഷ രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കണ്ണൻ ഗോപിനാഥ് കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കൊടുക്കണം. തിരുവനന്തപുരം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലകളിലായിരിക്കും ഇവർക്ക് സീറ്റ് കൊടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ധാരണ. പുതുമുഖങ്ങളാണ്, IAS ഉദ്യോഗസ്ഥരായിരുന്നു. ആ ഒരു പരിഗണന അവർക്ക് നൽകും. അപ്പൊ കണ്ണൻ ഗോപിനാഥും ബിജു പ്രഭാകറും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി രംഗത്ത് ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായി. ഇനി സീറ്റ് വച്ചുമാറുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന്, ഇപ്പോ CPM വിട്ട് ലീഗിലേക്ക് വന്ന സുജാ ചന്ദ്രബാബു, CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ഐഷ പോറ്റി, ഇവർക്ക് രണ്ടുപേർക്കും സീറ്റ് കൊടുക്കണം. രണ്ടുപേരും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ധാരാളം വർഷം, 2 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച വ്യക്തികളാണ്. സുജാ ചന്ദ്രബാബുവിനെ ചടയമംഗലത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുക എന്നതാണ് UDFന്റെ അകത്ത് നടക്കുന്ന ഒരു ചർച്ച. ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര കോൺഗ്രസ് സീറ്റ് ഉറപ്പാണ്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റി വീണ്ടും ജനവിധി തേടും. കോൺഗ്രസിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചിരുന്ന ഐഷ പോറ്റി ഇനി കൈപ്പത്ത് ചിഹ്നത്തിൽ കൊട്ടാരക്കരയിൽ ഒരിക്കൽ കൂടി മാറ്റിവെക്കും. ജയിക്കുമോ ജയിക്കില്ല എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഇപ്പോ പ്രവചിക്കാൻ പറ്റില്ല. KN ബാലഗോപാലാകും ഒരു പക്ഷേങ്കിലല്ല, ഒരു 99% KN ബാലഗോപാലാകും അവിടെ ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് CPMന് വേണ്ടി രംഗത്തിറങ്ങുക, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ. ഇപ്പോ ഇപ്പുറത്ത് ചടയമംഗലത്ത് കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടെ ലീഗ് ചോദിച്ചിട്ടുണ്ട്, സുജാ ചന്ദ്രബാബുവിനെ അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ, ലീഗിലെ സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ, അഞ്ചൽ പഞ്ചായത്തിൽ 3 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തില് സ്ഥിരം സമിതി അധ്യക്ഷ, അങ്ങനെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ആളാണ് സുജാ ചന്ദ്രബാബു. അതുകൊണ്ട് അവർക്ക് CPMൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ CPMന്റെ കുറച്ച് സഹതാപ വോട്ട് ലഭിക്കും. പിന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ വോട്ട് ഉറപ്പായിട്ട് ലഭിക്കുകയും ചെയ്യും. വിജയം ഉറപ്പാക്കാം. അങ്ങനെ ചടയമംഗലത്ത് സുജാ ചന്ദ്രബാബുവിനെയും നിർദ്ദേശിക്കുന്നു. ലീഗ് മത്സരിക്കുന്ന 3-4 സീറ്റുകൾ, തിരുവമ്പാടി, പുനലൂര്, ഗുരുവായൂർ സീറ്റുകൾ, അതുപോലെ കോൺഗ്രസ് സ്ഥിരം മത്സരിക്കുന്ന തവനൂര്, ചടയമംഗലം, പട്ടാമ്പി. ചടയമംഗലത്തെ കാര്യം ഞാൻ പറഞ്ഞു. തവനൂരിന്റെ കാര്യം, തവനൂരിൽ ഇപ്പോഴുള്ളത് KT ജലീലാണ്, തവനൂരിലെ ഇടതുമുന്നണി MLA, സിറ്റിംഗ് MLA. അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം
ഇതിന് പകരം മറ്റാരെങ്കിലും ഇടതുമുന്നണി നിർത്തും, ഒരു കുറെ കൂടി ജനപ്രിയനായ ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിക്കും. അതുപോലെ തന്നെ ലീഗ് നിന്ന് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും. അതുപോലെ കോൺഗ്രസിന്റെ സ്ഥലമായ ചടയമംഗലത്ത് ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തും. ഇക്കാര്യത്തിലെ ചർച്ച മുറുകി വരികയാണ്. കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. അതേ അവസരം ഏറ്റവും രസകരമായ സംഭവം, തൃശ്ശൂരിൽ പാർലമെന്റ് ഇലക്ഷന് കോൺഗ്രസിന് പാലം വലിച്ച മുരളീധരന് പാലം വലിച്ച TN പ്രതാപൻ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. TN പ്രതാപൻ വരികയാണെങ്കിൽ ഇനി മുരളീധരന്റെ ആളുകൾ TN പ്രതാപൻ ഏതെങ്കിലും തരത്തിൽ പാര വെക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.